അച്ചോ, ഇങ്ങനെ പുറത്തൊന്നും നിൽക്കല്ലേ. വിവരമൊന്നും അറിയാതെ എനിക്ക് ഒരു സമാധാനവും ഇല്ലടോ. എന്തായടോ, ഇത്തവണ ആരെങ്കിലും കൊണ്ടുപോയോ? ഇത്തവണ അവൻ പെട്ടച്ചോ. ആര്? പുലി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കുടുക്കിയിട്ടുണ്ട്. നമ്മുടെ പാറമടയില്ലേ, അതിൻ്റെ ഉള്ളില് മടവഴിയിൽ വിറകിട്ട് തീയിട്ട് പുറത്തേക്ക് പോകാനുള്ള വഴി അടച്ചു. ഇനി കൊന്നാ മതി. വാറുണ്ണി എവിടെ? മൂപ്പരായി കുടുക്കുണ്ടാക്കിയത്. ഇപ്പൊ വെടിവെക്കാനുള്ളൊരു സൂത്രപ്പണി നോക്കുക. സൂത്രപ്പണിയോ? പുലി ഒരു പൊട്ടി കയറി ഒളിച്ചിരിക്കുക. താഴെ നിന്ന് വെടിവെക്കാൻ പറ്റില്ല, മേളയൊന്നും പറ്റില്ല. പുലിയെ നേർക്ക് നേരെ കിട്ടണം. അതിന് കയറ് കിട്ടി ഇറങ്ങാനുള്ള ഒരു സൂത്രപ്പണി ഉണ്ടാക്കുക. വെള്ളം കുറഞ്ഞ കപ്പിയും കയറും തരാൻ പറഞ്ഞു. കർത്താവ്, എന്താ അബദ്ധം അവനീ കാണിക്കാൻ. അച്ചോ, കപ്പിയും കയറും ചാക്കോണ്ട് മേടിച്ചോ. എന്താ കപ്പിയാരെ? നീ എന്തായി കാണണേ? പുലി പോയിക്കോട്ടെ, എന്നാലും ഈ മരണക്കളി വേണ്ട. അച്ഛൻ പേടിക്കണ്ട, അതിന് നല്ല ഉറപ്പാ. കപ്പിയും കയറും ആക്കറേ ഇന്നുകൊണ്ട് കേട്ടെ. നീ വന്ന് ഇതാണ് അച്ഛൻ എളുപ്പം. ഒരു സെക്കൻഡ് എനിക്ക് കൃത്യത്തിന് കിട്ടിയാൽ മതി. അത് കിട്ടുവച്ചു അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പറഞ്ഞിട്ടാ റെഡി. ആരൊക്കെ നോക്കാല്ലേ അച്ഛൻ? നീ എന്താടി പന്തങ്ങളുടെ പെരിച്ചാഴിയെ പോലെ നിൽക്കണേ? നിന്റെ ശത്രുവിനെ കൊല്ലാനാ പോണേ. നോക്കി നിന്നു. സൂക്ഷിക്കണം. എല്ലാരും പുറകോട്ട് വന്നേ, പുറകോട്ടേക്ക് പറഞ്ഞ് സൂക്ഷിച്ചു പോണേ. പതുക്കെ ഇവിടെ
പുലി പുഴ കടന്നു പോയി. പോയെങ്കിൽ പോട്ടെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഒരു സെക്കൻഡ് കിട്ടിയാ മതിയായിരുന്നു. എന്നാ വെടി അതിന്റെ നെഞ്ചത്താ. കുഞ്ഞച്ചൻ ആൻറ്റവും പടം പിടിക്കാൻ കൂടിയപ്പോഴേ ഞമ്മളെ മനസ്സിൽ തോന്നിക്കണേ ഓടിച്ചാതിക്കുമെന്ന്. പന്നികളെ കൊല്ലണം. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? എന്തിനാണോ തനിക്ക് ഇങ്ങനെ ഒരു മരുമോൻ? നാടിന് ഗുണമില്ല, വീടിന് ഗുണമില്ല. ചെകുത്താന്മാര് തലേ വന്ന് വീണു പോയില്ലോ, കൊല്ലാൻ പറ്റുമോ? കൊല്ലണം വാങ്ങിക്ക മക്കളെ. ചോറിനകത്ത് ബസം കളിക്ക് കൊടുക്കണം. ആ പുലി പുഴ കടന്നു പോയി എന്ന് വെച്ച് അധികം ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല. പിന്നിലെ കാലിലാ വെടി. എല്ലാരും സൂക്ഷിച്ചിരുന്നോളണം. അതിനി പഴയതുപോലെ കാട്ടിപ്പോയി ഇരപിടിക്കാൻ പറ്റുന്നില്ല. ഇനിയും വരും. വെടി കൊണ്ട പുലിയെന്ന് കേട്ടിട്ടില്ലേ? ശൗര്യം കൂടും. ഇത് അലാക്കിന്റെ അവലും കഴിഞ്ഞ് ആയിപ്പോയല്ലോ പടച്ചമ്പുരാനെ. രാത്രി ഒരു ആടിനെ ഇരകെട്ടി കാത്തിരുന്ന അവൻ നമ്മുടെ വലയെ തന്നെ വന്ന് വീഴും. വാറുണ്ണിയെ ഇഞ്ച ചതയ്ക്കുന്ന പോലെ ഞങ്ങൾ ഉമ്മാരെ ചതിച്ചിട്ടുണ്ട്. ബാക്കി വാറുണ്ണിക്കുള്ളതാ. ഉമ്മാരുടെ കൊടലെടുക്കണം. നായിന്റെ മോനെ, ഇനി എന്റെ വീട്ടിൽ കയറി കൊല്ലും നിന്നെ പട്ടി. പറഞ്ഞു ഞങ്ങളെ കൊല്ലരുത്. എന്നെ കൊല്ലണമെങ്കിൽ പുലിയെ കൊന്നിട്ട് മതിയായിരുന്നു. ഇപ്പൊ നിങ്ങൾ ചതിച്ച എന്നെയല്ല, ഈ നാട്ടുകാരെ. അടാ